കേരളത്തിന് ഇന്ന് ആവശ്യം മൃദുലഭാവമാണ്. പാരുഷ്യം കണ്ട് മടുത്തിരിക്കുന്നു. കാഠിന്യം, പാരുഷ്യം, വാക്കിൽ, പ്രവൃത്തിയിൽ, ഭരണത്തിൽ, രാഷ്ട്രീയത്തിൽ കഠിനം കഠിനം. പണ്ട് കവി പറഞ്ഞ പോലെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പറയുന്നത്. കഠിൻ ഹെ രാഹ ഗുസർ തോടി ദൂർ സാത്ത് ചലോ. കഠിൻ ഹെ, ഇത് പറഞ്ഞാൽ തന്നെ ഒരു കഥയാവും. ഇത് ഉറുദുവാ. പക്ഷെ കഠിനം നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കാണ് ആ ഉറുദുവിൽ കയറിയത്. കാരണം സംസ്കൃതത്തിൽ നിന്നാണ് ഉറുദുവിലേക്കും മലയാളത്തിലേക്കും ഈ വാക്ക് വന്നത്. അതാണ് ഇന്ത്യ. എല്ലാവരുടെയും നാടായ എല്ലാവരും കെട്ടിപ്പടുത്ത ഇന്ത്യ. കഠിൻ ഹെ രാഹ ഗുസർ, ഈ വഴി കടന്നു പോകുന്നത് കഠിനമാണ്. തോടി ദൂർ സാത്ത് ചലോ, കുറച്ച് കൂടെ നീയും എന്റെ കൂടെ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാസർകോട്ട് നിന്ന് പുറപ്പെട്ടു വന്നപ്പോ എങ്ങനെ ഒരു തുടങ്ങി വെച്ചത് ഇന്നൊരു വലിയ ജനകീയ ഘോഷയാത്രയായിട്ടാണ് ഇത് തിരുവനന്തപുരത്ത് പോയി സമാപിക്കാൻ പോകുന്നത്. കാരണം മനുഷ്യരുടെ ദുഃഖങ്ങളാണ്. അപ്പൊ ഇന്ന് സോഫ്റ്റായിട്ട് പറയൂ, സോഫ്റ്റായിട്ട് ഇടപെടൂ, മൃദുലമായിട്ട് വരൂ. ഞാൻ തിരൂരിൽ കണ്ടു, തിരൂരങ്ങാടിയിൽ കണ്ടു, ജാഥാ ക്യാപ്റ്റനെ എടപ്പാളിലും കണ്ടു. ചെറുപ്പക്കാര്, UDF-ന്റെ അണികള്, നാട്ടുകാര് തോളിലേറ്റി എന്ന് പറയണോ നെഞ്ചിലേറ്റി എന്ന് പറയണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ രണ്ടും ചേർത്ത് പറയുന്നു. തോളിലേറ്റി നെഞ്ചിലേറ്റി കൊണ്ടുവരുന്നവർ. അപ്പൊ അവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും ഈ രാഷ്ട്രീയ നേതാവിന്റെ ശരീരത്തിന് കനല്ല. ശരീരത്തിന് മാത്രമല്ല, തലക്കും കനവില്ല. അതാണ് ഇന്ന് കേരളത്തിനും നാടിനും ആവശ്യമായിട്ടുള്ളത്. സോഫ്റ്റായിട്ട് ഇടപെടൂ, മൃദുലഭാവം. മധുത്തിഷ്ഠതി, പറയുന്ന വാക്കിലും പ്രവർത്തിക്കുന്ന ചെയ്തിയിലും തേൻ പുരട്ടു. മധുത്തിഷ്ഠതി, ഇത് പഠിപ്പിച്ച നാടാണ് ഭാരതം. ഈ രാജ്യം പരുക്കൻ ഭാവങ്ങൾക്ക് പറ്റിയ മണ്ണല്ല. അതുകൊണ്ട് കേരളം ഇന്ന് പാകപ്പെട്ട് നിൽക്കുകയാണ്. പുതുയുഗത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള കാഹളമാണ് ഈ ജാഥ. ഇത് അവസാനിക്കുമ്പോ ആ പുതുയുഗം പിറവിയെടുക്കും. പുതിയ രാഗവർണ്ണങ്ങൾ വരും, പുതിയ സൂര്യോദയം ഉണ്ടാവും. ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് പുതിയ ഒരു സൂര്യൻ ഉദിച്ചു വരും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കാൻ ആരുമുണ്ടാവുകയില്ല. പലതും നഷ്ടപ്പെട്ടുകൊണ്ടേ ഒരു ഉദയം ഉണ്ടാകൂ. നഷ്ടപ്പെടുന്നത് ഇരുട്ട് മാത്രമായിരിക്കും. ഒരു സൂര്യോദയത്തിൽ ഇരുട്ട് മാത്രമായിരിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ സംരംഭം. ഇതിൽ കണ്ണികളായെത്തിയ സകല സഹോദരങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, ഈ ജാഥയുടെ സന്ദേശം അതാണ്. സ്നേഹമാണ്, വൈരത്തിനെതിരായ സ്നേഹമാണ്. ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ നാട്ടില്, ആളുകളെ തമ്മിൽ തെല്ലിപ്പിക്കാൻ. അപ്പോഴൊക്കെ വർഗീയതയുമായി എനിക്ക് കോംപ്രമൈസ് ഇല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ കടന്നു വന്നിട്ടുള്ളത്.